ചെയ്തത്. വണ്ടി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. കരയല്ലേ മോനെ, കരയല്ലേ. എടാ ബണ്ടി, ഇവനെയാണോടാ നീ റോബോട്ട് എന്ന് പറഞ്ഞത്? ഇവൻ നമ്മളെ പോലെ ഒരു മനുഷ്യനാണ്. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നീ കണ്ടില്ലേ? ഓരോ പ്രാവശ്യം ഇവൻ എന്നെ കുടുക്കിയിട്ട് എസ്കേപ്പ് ആവാണ്. നിങ്ങൾ കേക്ക് പാക്കിന്റെ അടുത്ത് ചോയ്ക്ക്. അവൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്, സത്യം. വണ്ടിയാണ് ഞങ്ങളോട് പറഞ്ഞത് അവനെ ഇവിടെ കൊണ്ടേ അടിച്ചിടാൻ. അവൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. വണ്ടി എപ്പോഴും ഇങ്ങനെ വീറിനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. ആന്റി എന്നെ ഒന്ന് സഹായിക്ക് പ്ലീസ്. വണ്ടിക്ക് കാര്യമൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നെ ഫോളോ ചെയ്യില്ലെന്ന് പറയേ. അപ്പൂപ്പ, വണ്ടി എന്റെ റൂമിനകത്തിട്ട് പൂട്ടിക്കളഞ്ഞു. മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ നിങ്ങളുടെ മോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇന്ന് ഞാൻ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അവൻ ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇനി അവനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവനെ വിശ്വസിച്ച അവസാനം ഞാൻ കുടുങ്ങിപ്പോയല്ലോ. ദേവിതൊന്നും ഞാൻ പറയണ വിശ്വസിക്ക അമ്മേ. അവൻ റോബോട്ടാണ്. അച്ഛാ, അമ്മേ, ഞാൻ പറയണൊന്ന് കേക്ക്. അവൻ റോബോട്ടാണ്. അവൻ റോബോ ആണ്, റോബോ. ബൈ ബൈ വണ്ടി. അമ്മേ, വേഗം നോക്ക്, വേഗം നോക്ക്, വേഗം നോക്ക്. നോക്ക് നോക്ക് നോക്ക്, ഇവൻ റോബോട്ടാണ്. ഒന്ന് തിരിഞ്ഞു നോക്ക്. ആ ജയന്റ് വീലില് വീറുണ്ട്. അങ്ങോട്ട് നോക്ക്. വീർ, സൂക്ഷിക്കണം വീർ. ഇനി ഇവിടെ നിന്നാലേ എന്റെ കാര്യം പോക്കാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല എമിലി. നിനക്കൊരു കാര്യം അറിയോ? മാഡ് മാക്സ് വെള്ളം ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കിയായിരുന്നു. അവൻ വെള്ളം കൊണ്ട് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെയുള്ള മൊത്ത വെള്ളവും കുറഞ്ഞു പോയത്. വെള്ളത്തിനെ കുറിച്ചുള്ള രഹസ്യം ഞാനിതാ കണ്ടെത്തി കഴിഞ്ഞു. വാ, നമുക്ക് ചെന്ന് അപ്പൂപ്പനോട് പറയാം. വെള്ളത്തിന്റെ രഹസ്യം എന്താന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ആരും കാണാൻ മറക്കരുത്. ഇന്ന് രാത്രി 7:30 ഞങ്ങളുടെ ന്യൂസ് കാണുക. വെരി സോറി. ഞാൻ പറയുന്നത് കേക്ക്. സോറി, ഞാൻ അപ്പോഴും മാജിക് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി വീർ, നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാനിങ്ങനെ ക്ഷമ ചോദിച്ചോണ്ടേയിരിക്കും. ക്ഷമിച്ചത് പറ. എടാ, ക്ഷമിക്കുന്നത് പിന്നെ ആദ്യം മാജിക് ഒന്ന് നിർത്ത്. ഇതെല്ലാം നിന്റെ മാജിക് കാരണം ഉണ്ടായതാണ്. മാജിക് ഞാൻ ഇപ്പൊ തന്നെ നിർത്തിയേക്കാം. ആദ്യം നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ കാരണം നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നോട് ക്ഷമിക്ക് വീർ. ക്ഷമിക്ക് വീർ, ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം. വീർ, നീ ചിണ്ടൂരിനോട് ക്ഷമിച്ചെന്നൊന്ന് പറഞ്ഞേക്ക് വീർ. ശരി, ഓക്കെ. നിന്റെ എല്ലാ തെറ്റിനും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മതിയാക്ക്. ആദ്യം മാജിക് ഒന്ന് നിർത്ത്. താങ്ക് യു വീർ, നീ വളരെ നല്ലവനാണ്. നിന്നെ പോലെ നല്ലൊരു കൂട്ടുകാരൻ എനിക്ക് ഒരിക്കലും കിട്ടില്ല. എടാ, ഇതൊന്ന് ആദ്യം നിർത്ത്. നിക്ക്. ആദ്യം എന്റെ കൂട്ടുകാരൻ വീർ നല്ലവനാണെന്ന് ഞാൻ പറയും. അതെ, വീർ നല്ലവനാണ്, നല്ല കൂട്ടുകാരനുമാണ്. ആദ്യം ആ മാജിക് ഒന്ന് മതിയാക്ക്. ഓക്കെ, താങ്ക്സ്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദാം ദമാദം.
ഞങ്ങളെല്ലാരും എങ്ങനെ ഈ ഗാർഡനിലെത്തിയത്? ഓ ഹാ, നമ്മൾ എന്റെ ഈ ഗാർഡനിൽ ചെയ്തോണ്ടിരിക്കുന്നേ. വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒരുപാട് ലേറ്റ് ആയി. ബൈ സാർ, ബൈ മാം. അയ്യോ തടിയാ, എങ്ങോട്ടാണ് ഓടുന്നത്? അവിടെ അയ്യോ നിൽക്ക്. അടിക്കലേ അയ്യോ. നിനക്കൊരു സർപ്രൈസ് പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സ്വീറ്റ്സ് സ്നാക്സും ഉണ്ട്. നിങ്ങൾ പാർട്ടി ഓർഗനൈസ് ചെയ്ത കാര്യം എനിക്കറിയില്ല. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ ചിണ്ടുവിന്റെ കളിയായിരിക്കും. ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്യ്. നീ എന്തിനാ ഇരുട്ടത്തിരിക്കുന്നേ? ഇതെന്താണ് വീർ? ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് പാർട്ടി തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി. ഹാപ്പി ബർത്ത്ഡേ വീർ. ഹാപ്പി ബർത്ത്ഡേ വീർ. വേഗം ആ കേക്ക് കട്ട് ചെയ്യ് മോനെ. കൊള്ളാം, ഞാനില്ലാതെ പാർട്ടി തുടങ്ങാൻ പോവാണോ? ഓ സോറി, ഇന്ന് എന്താ ഇത്ര സ്പെഷ്യല്? പാർട്ടി എന്തിനു വേണ്ടിയാ നടത്തുന്നത്? വീരന്റെ ബർത്ത്ഡേ ആണെന്ന്. നിന്റെ ഈ ഒടുക്കത്തെ വിശപ്പ് അടക്കിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുള്ളൂ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഹാപ്പി ബർത്ത്ഡേ വീർ. വാവ്, ഈ കേക്ക് കാണാൻ എന്ത് ഭംഗിയല്ലേ? ഓക്കേ മോനെ വീർ, ഇപ്പൊ നീ ഈ കേക്ക് കട്ട് ചെയ്യ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ വീർ. ഇത് എന്റെ കണക്കായിട്ട് ഒരു സ്പെഷ്യൽ പാർട്ടിയാ.